ജാതിക്ക തൊണ്ട് എല്ലാവരും വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് നമ്മളിന്ന് സ്ക്വാഷ് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഞാനിത് ഏകദേശം നമ്മൾ ഒരു കണക്ക് പറഞ്ഞു തരാം. 1 കിലോ ജാതിക്ക തൊണ്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിന് 1 കിലോ പഞ്ചസാര വേണം നമുക്ക്. പിന്നെ ഒരു 2-3 കഷ്ണം കറുകപ്പട്ട, ഒരു ചെറുനാരങ്ങ. അപ്പം ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഞാൻ 1 കിലോ ജാതിക്ക കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നത് തൊണ്ട് എടുത്തിട്ടുണ്ട്. ജാതിക്ക തൊണ്ട് നെകക്ക വെള്ളം ഒഴിക്കണം. മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു. 2 കഷ്ണം പട്ട, ഇതൊക്കെ ഞങ്ങളുടെ കറുകപ്പട്ടയമേലത്തെ തൊലിയാണ്. അതൊന്ന് തൊലിക്ക് അത്ര കനം കുറഞ്ഞ് കാണണം. ഇതിൽ ഒരു 4 വിസിലടിച്ച് സിമ്മിലാക്കി ഇടാം. ചൂടാറി കഴിയുമ്പോൾ നമുക്കത് തുറക്കാം. ചൂടൊക്കെ ആറി ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. നിൽക്കുമ്പോൾ ഞങ്ങളുണ്ട് നല്ലോണം വെന്തു. ഒന്നമർത്തി ഒന്നും കൂടി ഞെക്കുമ്പോൾ കുറച്ചും കൂടി കിട്ടും കേട്ടോ. ഇത് അരിച്ചെടുത്തിട്ട് ആ അരിച്ച ഇതിലേക്ക് പഞ്ചസാര ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ കറുകപ്പട്ട ഒരു 4 കഷ്ണം ഇട്ട് തിളപ്പിക്കാം. ഒന്നുകിൽ അരിച്ചെടുക്കുന്ന ജ്യൂസിൻ്റെ കൂടെ തിളപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ ജാതിക്കായ കുക്കറിലിടുമ്പോൾ തന്നെ ഒരു 4 കഷ്ണം പട്ട ഇട്ടിട്ട് തിളപ്പിച്ചാലും മതി. ഇപ്പം നമ്മുടെ ഇത്രയും ജ്യൂസ് ഉണ്ട്. ഇതിലേക്ക് ഞാൻ 1 കിലോ പഞ്ചസാര അളന്ന് വെച്ചേക്കുന്ന നമുക്ക് 1 കിലോയിലേക്ക് 1 കിലോ തൊണ്ടിട്ടു, 1 കിലോ പഞ്ചസാര ഇട്ടു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലേവർ വേറെ ചേർക്കണമെങ്കിൽ ഗ്രാമ്പൂ വേണമെങ്കിൽ ചേർക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി പട്ട ചേർത്തിട്ടുണ്ട്, അത് മതി. ഞാൻ പട്ട മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ. ഗ്രാമ്പൂ ഇടുന്നവരുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ പഞ്ചസാര അടി പിടിക്കും. ഏകദേശം 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടി തിളയ്ക്കണം. ഒന്നും കൂടി ഒന്ന് കുറുകിയാലാണ് ഉണ്ടാവുക. നമുക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ കുറച്ച് സ്ഥലം മതി, അതാണ് ഒരു ഗുണം. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കണം. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി, ഞാൻ ഇന്നലെയാണ് ഉണ്ടാക്കിയത്. തണുത്ത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെയാണ് ഞാൻ കുപ്പിയിലൊക്കെ ആക്കി. ഇനിയിപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ നേരെ വെള്ളം കൂട്ടി അടിച്ചാൽ അത്ര ടേസ്റ്റ് വരില്ല. ഇതിനിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു 2 ടീസ്പൂൺ എടുക്കുക. നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 2 കഷ്ണം ഐസ് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ നമ്മളങ്ങനെ അടിച്ചിട്ട് കൊടുക്കണം. അപ്പോഴാണ് അതിന് ടേസ്റ്റ് വരുള്ളൂ. ഞാനത് കാണിച്ചു തരാം. മധുരം കൂടുതൽ വേണ്ടവർ കുറച്ച് കൂടുതൽ ഒഴിച്ചോ. കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി 2 കഷ്ണം ഐസ് എടുത്തിടാം. അത് അടിച്ചെടുത്താണ്. ഇത് കണ്ടോ, നല്ല വൈറ്റ് ഇത് കണ്ടത്. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തപ്പോൾ കണ്ട കുറച്ച് നല്ല വൈറ്റ് കളറിലായി. നമ്മുടെ ജ്യൂസ് ഇരിക്കുന്നത് ഈ കളറും ഇത് ഈ കളറുമാണ്. ഇതിങ്ങനെ കുടിക്കാനും ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം കഴിഞ്ഞ് ദഹിക്കാനൊക്കെ നല്ല, ആരെങ്കിലും ഗസ്റ്റ് വന്നാലും കൊടുക്കാനും നല്ലതാണ്. താങ്ക് യു. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കട്ടോ.